75 മില്യൺ യൂറോ അഥവാ ഏകദേശം 750 കോടി ഇന്ത്യൻ രൂപ. മാഞ്ചസ്റ്റർ സിറ്റിയിൽ എഴുതിച്ചേർത്ത 7 ചരിത്ര വർഷങ്ങൾ, 12 പ്രധാന കിരീടങ്ങൾ, ഒപ്പം ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളും. സ്പാനിഷ് താരം റോഡ്രി ഇനി ഔദ്യോഗികമായി FC ബാഴ്സലോണയുടെ താരമാണ്. റയൽ മാഡ്രിഡിൻ്റെ മാരകമായ അറ്റാക്കിനെ തടയാൻ ഹാൻസി ഫ്ലിക്ക് കണ്ടെത്തിയ അവസാന ആയുധമാണോ ഇത്? അതോ ഈ 75 മില്യൺ ട്രാൻസ്ഫർ ബാഴ്സയ്ക്ക് വലിയൊരു തലവേദനയാകുമോ? ഈ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് റോഡ്രി എങ്ങനെയാകും ബാഴ്സലോണയുടെ കളി മാറ്റിയെഴുതുക എന്നതാണ്. സെർജിയോ ബുസ്കെറ്റസ് ടീം വിട്ടതിനു ശേഷം ബാഴ്സലോണ മിഡ്ഫീൽഡ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു. പന്ത് കൈവശം വയ്ക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞിരുന്നു, പക്ഷേ എതിരാളികൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ ബാഴ്സയുടെ ഡിഫൻസിന് മുന്നിൽ ഒരു സംരക്ഷണവുമില്ലായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഹാൻസി ഫ്ലിക്ക് കൊണ്ടുവന്ന ഹൈ ടെമ്പോ പ്രസിംഗ് ശൈലി വളരെ മനോഹരമായിരുന്നു, പക്ഷേ മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും എതിരാളികളുടെ കൗണ്ടർ അറ്റാക്കുകൾ തടയാനും ഒരു ട്രൂ ആങ്കർ മിഡ്ഫീൽഡിൽ ഇല്ലാത്തതിനാൽ ബാഴ്സലോണ ഡിഫൻസ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി. ഫ്രങ്കി ഡിയോങ് ആ പൊസിഷൻ ശ്രമിച്ചെങ്കിലും ഒരു പ്യുവർ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ തന്ത്രപരമായ അച്ചടക്കം അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് റോഡ്രിയുടെ പ്രസക്തി. മാഞ്ചസ്റ്റർ സിറ്റിയിൽ പെപ്പ് ഗാർഡിയോളയുടെ കീഴിൽ റോഡ്രി ചെയ്തത് വെറും ഒരു ഡിഫൻസീവ് പണിയല്ല. മത്സരത്തിൽ 92% കൃത്യതയോടെ 100-ലധികം പാസുകൾ നൽകുക, കളി എപ്പോൾ വേഗത്തിലാക്കണം, എപ്പോൾ മന്ദഗതിയിലാക്കണം എന്ന് തീരുമാനിക്കുക. ചുരുക്കത്തിൽ ടീമിൻ്റെ നിയന്ത്രണം മുഴുവനും റോഡ്രിയുടെ കയ്യിലായിരുന്നു. റോഡ്രിയുടെ വരവോടെ ബാഴ്സയിൽ സംഭവിക്കാൻ പോകുന്ന 3 വലിയ മാറ്റങ്ങൾ ഇവയായിരിക്കും. 1. പെഡ്രിക്ക് ഇനി ഫ്രീഡം. പന്ത് വാങ്ങാൻ സ്വന്തം പകുതിയിലേക്ക് പെഡ്രിക്ക് ഇനി ഇറങ്ങേണ്ടി വരില്ല. റോഡ്രി പന്ത് എത്തിച്ചു നൽകും, പെഡ്രി ഗോളടിക്കും. 2. ഹൈ പ്രസിംഗ് ഇനി നടക്കില്ല. എതിരാളികൾ എത്ര പ്രസ് ചെയ്താലും റോഡ്രിയുടെ കാലിൽ നിന്ന് പന്ത് തട്ടിയെടുക്കാൻ സാധിക്കില്ല. 3. കൗണ്ടർ അറ്റാക്കുകൾക്ക് പൂട്ട്. ബാഴ്സലോണ അറ്റാക്ക് ചെയ്യുമ്പോൾ കൗണ്ടർ അറ്റാക്കുകൾ വന്നാൽ ബാക്കിൽ ഒരു കടൽ പോലെ റോഡ്രി കാവലുണ്ടാകും. പക്ഷേ ഈ ട്രാൻസ്ഫറിൽ ബാഴ്സലോണ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ഇവയായിരിക്കും. അത് ഏജ് ഫാക്ടറും ലാ ലിഗയിലെ കളിയുടെ വേഗതയുമാണ്. 30 വയസ്സിലെത്തി നിൽക്കുന്ന റോഡ്രി കഴിഞ്ഞ കുറഞ്ഞ സീസണുകളിലായി സിറ്റിക്കും സ്പെയിനുമായി 100 കണക്കിന് മത്സരങ്ങളാണ് കളിച്ചു തീർത്തത്. റയൽ മാഡ്രിഡിൻ്റെ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും അടങ്ങുന്ന അതിവേഗ അറ്റാക്കിനെതിരെ 90 മിനിറ്റും ഒരേ ഇൻറ്റൻസിറ്റിയിൽ കളിക്കാൻ റോഡ്രിയുടെ ഫിറ്റ്നസ് അനുവദിക്കുമോ എന്നത് കണ്ടറിയണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വെറും ഒരു കളിക്കാരനെയല്ല ബാഴ്സ വാങ്ങിയിരിക്കുന്നത്, ഒരു ടീമിനെ മുഴുവൻ നയിക്കാൻ ശേഷിയുള്ള ലീഡറെയാണ്. ഫ്ലിക്കിൻ തന്ത്രങ്ങൾ കൃത്യമായി വർക്കായാൽ യൂറോപ്യൻ ഫുട്ബോളിലെ തന്നെ ഏറ്റവും മാരകമായ ഒരു മിഡ്ഫീൽഡ് കൂട്ടുകെട്ടിനെയാവും നമ്മൾ കാണാൻ പോകുന്നത്. റോഡ്രിയുടെ വരവോടെ ബാഴ്സലോണ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.